അപ്പം 2 കണ്ണിന് ഓപ്പറേഷൻ ചെയ്ത് വെച്ചിട്ട് കിടക്കുമല്ലായിരുന്നു. പിന്നെ നിങ്ങൾക്ക് 2 പേർക്ക് അവിടെ കിടന്നാൽ എന്തോ കുഴപ്പം? പാതിരാത്രി 12 മണിയായപ്പോ എന്റെ അവിടെ നേരത്തെ 2 മുന്തിരിക്ക വെച്ച് നീട്ടുന്നു. ഞാൻ ലൈറ്റ് ഇട്ട് നോക്കിയപ്പോ എന്തുവാ നിങ്ങളുടെ കണ്ണാപ്രശ്നം കഴിഞ്ഞ് നടന്ന വലിയത്തില്ലയോ? കണ്ണിലെ 2 കൃഷ്ണമണി കയ്യിലെടുത്ത് വെച്ചിട്ട് ഞങ്ങൾ പ്രോജക്ട് ചെയ്ത് പിടിക്കാൻ പറയാം. സതീശ, സതീശ, നീ എന്തിനാ ഞാൻ വിളിച്ചിട്ട് കേൾക്കാത്തെ? എടാ വിളിക്കുമ്പോ വാ തുറന്ന് വിളിക്കണം, അത് പറയണ്ടേ? സതീശ, വലിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? അളിയൻ ബോംബെന്ന് വന്നല്ലേ? ഞാൻ വലിക്കും. ഇത് പറയണ്ടേ? അണ്ട് ആ സൈഡിൽ ഞാൻ കൊണ്ടുവന്ന പെട്ടിയൊക്കെ ഇരിക്കുന്നത് പതുക്കെ വലിച്ചെന്ന്. ഈ നീട്ടി വിളി കേൾക്കുമ്പോ നിങ്ങൾ കരുതും കവിർ പൊന്നമ്മയായിരിക്കും. ആ ഉണ്ണിമുഖം തന്നെ പ്രേമിച്ചടക്കണ എന്റെ മോള. സർബത്ത് ഓർഡർ ചെയ്തു. എന്റെ അമ്മാനോട് പറഞ്ഞു, അമ്മാവ എന്നെ അറിയാലോ, എന്തെങ്കിലുമൊക്കെ കുറച്ച് തരണം കേട്ടോ. ഇത് കേട്ടോടനെ പുള്ളി എന്റെ കയ്യിൽ പപ്സ് തിരിച്ചു വാങ്ങിയിട്ട് അതിന് മുട്ട എടുത്ത് മാറ്റി. എന്റെ സർബത്തിൽ കിടന്ന കുറെ കസ്കസും കയറ്റ് വാരി എടുത്തിട്ട് ചോദിക്കുക, ഇനി എന്തെങ്കിലും കുറക്കണോ മോനെ? മൊത്തം വെള്ളം എടുത്തോണ്ട് പാടാ. എങ്ങനെ വെള്ളം വരായിരിക്കും? ഞാൻ ഇന്ന് കറന്നപ്പോഴേ ഒരു അകിടിന്ന് മൊത്തം പാല്, 2ാം തകിട് കറന്നപ്പോ മൊത്തം വെള്ളം. അപ്പൊ 3ാം തകിട് പിടിക്കാത്ത തേയില വരും. നിനക്ക് ചായ വെച്ച് കറന്നെടുക്കായിരുന്നല്ലോ. സോറി. ഉണ്ണിയേട്ടന്റെ മേപ്പിടിയാൻ വിചാരിക്കാൻ വേണ്ടി ഉണ്ണി അമ്പലത്തിൽ ഒരു ഉണ്ണി പായസം നേർച്ച കഴിക്കാൻ വേണ്ടി പോയിരുന്നു. എന്നിട്ട് 2 ഉണ്ണി വെടി നടത്തിയിട്ട് പോകുന്നു. ഉണ്ണി വെടിയോ? ആ, ചെറിയ വെടി. ഇതാണ് പ്രശ്നം. കേക്കണം, ഞാനൊരു ദിവസം റോഡ് സൈഡിൽ കൂടി ഇങ്ങനെ നടക്കുമ്പോ അവിടെ 80 വയസ്സെങ്കിലും പ്രായമുള്ള ഒരു അമ്മൂമ്മ കണ്ടാ കഷ്ടം തോന്നും, നടക്കാൻ പോലും വേണ്ട. മഴയ്ക്ക് മഴയാ. അപ്പുറത്തൊരു കോഴി അട ഇരിക്കുന്നുണ്ട്. അതിന്റെ അടിയിൽ ഒരു താറാമുട്ട വാങ്ങി വായിക്കും. അപ്പൊ മുട്ട വിരിയുമ്പോ ഒരു താറാ കുഞ്ഞും ബാക്കിയെല്ലാം കോഴി കുഞ്ഞും. ഇതും പറഞ്ഞുകൊണ്ട് പൂവൻ കോഴിയും പിടക്കോഴിയും തമ്മിൽ അടിയാവും. അത് കാണുമ്പോ എനിക്കൊരു സുഖം. പാലം തൂണിലാണ് ഭായ്. പാലം തൂണിലല്ലേ? അല്ല, ഞാൻ ഇങ്ങനെയാണ് ഭായ്. ഞാൻ ഇങ്ങനല്ലേ? 2 കണ്ണുണ്ട്, 2 മൂക്കുണ്ട്, രവിയുണ്ട്, പല്ലുണ്ട്. കണ്ടോ? അതിനെന്താണ് ഭായ്? അയ്യോ നെഗറ്റീവ് അല്ലേ? അപ്പൂപ്പന് വേറെ വേണ്ടെന്ന്. ഇത് കേട്ടോടനെ അമ്മ ഉണ്ടോ എന്റെ അമ്മയുടെ അടുത്ത് നിന്ന് പരാതി പറയുവാ. ഓ, ഞങ്ങൾ 2 നേരം കുളിച്ച് അമ്പലത്തിലൊക്കെ പോകുന്ന എന്നിട്ട് നിങ്ങളുടെ മോന്റെ കണ്ണിൽ ഞാൻ നെഗറ്റീവ്. ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്, എല്ലാ മനുഷ്യരും ഒരുപോലെയാണ്. മരണ വീട്ടിൽ നിന്റെ ഭർത്താവ് കേശവണ്ണ അടിച്ചത്? എടാ, ശവത്തിന്റെ തലക്കലിരുന്നോണ്ട് അയാൾ ഹെഡ്സെറ്റ് വെച്ച് പാട്ട് കേട്ടെന്ന്. അപ്പൊ അടിച്ചതിനകത്ത് യാതൊരു കുറ്റവും ഇല്ല. അയ്യോ, ചെവി കേൾക്കാത്ത അയാൾ ഇയർബട്ടം വെച്ചേക്ക് വാരുന്നു. പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലല്ലോ. എല്ലാ ഇലക്ഷനും നമ്മൾ വോട്ട് ചെയ്യുന്നില്ലേ? വാട്ടർ അതോറിറ്റി റോഡ് കുത്തിപ്പളിക്കും അറിഞ്ഞിട്ട് നമ്മൾ അത് ടാർ ചെയ്യുന്നില്ലേ? സബ്സിഡി ഇല്ലെന്ന് അറിഞ്ഞിട്ട് ഗ്യാസും ബാങ്ക് അക്കൗണ്ടുമായിട്ട് ബന്ധിപ്പിക്കുന്നില്ല. നമ്മൾ ഈ കൊട്ടോടി എടുത്ത് ഉൾക്കെട്ടടിക്കുമ്പോൾ ഉളി അറിയരുത്. ഉളി എന്ന് മരത്തെ കയറുമ്പോൾ മരം അറിയരുത്. നമ്മളിവിടെ പണിക്ക് വന്ന ആരും വീട്ടുകാർ അറിയണോ? അതറിയണമെങ്കിൽ ഇങ്ങനെ ഒരുപാട് വലിയ അടികളൊക്കെ അടിക്കണം. എന്നാലേ ഇത് കേട്ടിട്ട് വല്ല ചായയോ വെള്ളം എല്ലാം കൊണ്ട് തരത്തുള്ളൂ. ഇരുന്ന് അടി. മുതൽ ഈ വീട്ടിലെ എല്ലാ ജോലികളും ഞാൻ വൃത്തിയോടും മെനയോടും കൂടി തന്നെ ചെയ്യും. വൃത്തിയും മെനെ നീ ഒന്നിരിച്ചാണ്. അയ്യോ, ഇന്നലെ ചവച്ച വെറ്റിലെ ചുണ്ണാമ്പൊക്കെ പൊട്ടിയിരിക്കുക. എനിക്ക് പുസ്തകങ്ങൾ എന്ന് പറഞ്ഞ ജീവനാ. ജനിച്ചപ്പോ മുതൽ ഞാനൊരു പുസ്തക പുഴുവാ. ഈ പുഴു 2 മാസം കൂടെ കഴിയുമ്പോ പെറുവല്ലോ.